ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള മൂഡിലാണ്. എന്താണ് ഉദ്ദേശിച്ചത്? അന്ന് ഞാൻ വെള്ളപ്പുറത്ത് അത് അറിയാണ്ട് പറ്റിപ്പോയതാ. ഒന്ന് പൊയ്ക്കണ്ടോ. അതല്ലടാ, നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ചേട്ടൊന്നും വിട്ടേ. എന്റെ അടുത്ത് നീ അത് വിട്ടുക ട്ടാ. ചേട്ടാ, നമ്മളെന്തായാലും ഒരു അനുരഞ്ജനത്തിനൊക്കെ പോണല്ലേ? എങ്ങനെയാണ് കൈ വീശിലുള്ളത്? ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കണ്ടേ? മൂപ്പർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാടാ? നമുക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടാ സ്ഥിര സാധനം പിടിക്കാന്നേ. എന്ത്? കേക്ക്. പറ കേക്കട്ടെ. നല്ല ചീഞ്ഞ ഫ്രഷ് സാധനം ഒന്ന് പൊയ്ക്കണ്ടോ. എന്താണ് വല്ല കോമഡി പടത്തിലേക്ക് തിരിയാനുള്ള മൂളാണോ? ആ നോക്കട്ടെ. എന്നാ കൊള്ളാം. എടാ എന്ത് ഫ്ലേവർ മേടിക്കണോ? എന്ത് കേക്ക്? ചേട്ടാ പറഞ്ഞോ, ഞാൻ കേക്ക് പറയണ. നമുക്ക് പീറ്ററോട് ചോദിക്കാം. പീറ്ററാ? ഏത് പീറ്റർ? ശരി, കോൾ പീറ്റർ കോഴ്സാർ അസ്റ്റ്. ഓക്കെ. പൈനാപ്പിൾ കേക്ക് മതി. പൈനാപ്പിൾ കേക്ക് ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ടോ? ഇത് കാരിലും വാങ്ങാറുണ്ടോ? ഡേവിഡ് സാർ അല്ലേ? ഒരു പൈനാപ്പിൾ കേക്ക്. ഓക്കെ സർ. ഏതാ ഫ്ലേവർ? പൈനാപ്പിൾ ആണ് സർ. പൈനാപ്പിൾ എനിക്ക് അലർജി ആണല്ലോ. ഓ മൈ ഗോഡ്, ഡേവിഡ്, എന്നോടെന്താ ആരും പറയാതിരുന്നേ? ആഹാ, ഇതെന്താ? പൈനാപ്പിൾ, കോശിയസ് ഫേവറേറ്റ്. അപ്പൊ അലർജി? എനിക്ക് അലർജി ഒന്നുമില്ലല്ലോ, ഞാൻ ചുമ്മാ. സാറ് നല്ല കോമഡി ഒക്കെ പറയൂലേ? അല്ല, കോമഡി ഒക്കെ പറയൂലേ? പിന്നെ സാർ, നമ്മുടെ കണ്ടിന്യൂറ്റി മുടി ഞാൻ വളരണോ? എനിക്ക് ആ പന്ന മുടി ആദ്യമേ ഇഷ്ടമല്ലേ. സാർ ഇപ്പൊ ഒരു ഐശ്വര്യൊക്കെ വന്നില്ലേ സാർ? ഏതാ? അല്ല, ഐശ്വര്യൊക്കെ വന്നില്ല. ഡേവിഡ് മോനെ, നമ്മുടെ ആനിനെ പറ്റി ഒരു വിവരമല്ലോ. അതിന് നിങ്ങളിപ്പോ കാണാറില്ലല്ലോ. അല്ല, ഓൺലൈനിലൊക്കെ നമ്മുടെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി സ്റ്റോറി ഉണ്ടാണ്. ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. എന്റെ പൊന്ന് ഡേവി, അവള് വല്ല ബ്രേക്ക് എടുത്തായിരിക്കും. വേണമെങ്കിൽ നാളെ ഞാൻ ഒന്ന് അന്വേഷിച്ച് വിളിച്ച് പറയാം. അല്ല, ഇപ്പൊ പടമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ആ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല പനി ചേട്ടാ, പലി. ഹലോ. സോറി ഈ സമയത്ത് വിളിച്ചതിന്. ഒന്ന് വീടിന്റെ പുറത്തേക്ക് വരാമോ? എന്താ? ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്. എന്താ കാര്യം? പറയാം, വാ. ഹലോ. ആരാ താൻ? ഏട്ടാടെ സിനിമ ഉണ്ടല്ലോ പക്ക, അതിന് അതേ അവസ്ഥയാണ്. അതേ സ്ഥലം, അതേ അവസ്ഥ. അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിളിച്ചാണ്. ഏട്ടാ ഈ ഫോൺ എടുക്കുന്നൊന്നും ഞാൻ കരുതിയില്ല. ഹലോ, ആരാ താൻ? തന്റെ പേരെന്താ? ദേ വെറുതെ മണ്ടത്തിലൊന്നും കാണിക്കരുത്. ഇപ്പൊ എവിടെയുള്ളത്? പകയിൽ ഡാൻസ് ആണെങ്കിൽ എന്റെ ലൈഫിൽ അന്വേഷണേട്ടായി. ഏതായാലും സന്തോഷം എനിക്ക്. അവസാനമായിട്ട് ഏട്ടാടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഐ ലവ് യു ഏട്ടായി, ടു മച്ച്. ഗുഡ് ബൈ. ഹലോ. വിളിച്ച ഫോൺ വൃത്തികെട്ടോ.
അതേ സ്ഥലം അതേ അവസ്ഥ. എന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അതിന്റെ ഒരേ ഒരു ഉത്തരവാദി നീയാണ്, നീ മാത്രം. ഐ ഹേറ്റ് യു നാൻസി, ഐ ഹേറ്റ് യു. ഗുഡ് ബൈ. I love you, Adai. Too much. Goodbye. എവിടെയായി? ഒരാപത്തിൽ കൈവിടുന്നില്ല പൈലി തോന്നില്ല. ഇപ്പൊ തന്റെ ഭാവിയാണ് ഞങ്ങൾ എല്ലാവരുടെയും ഭാവി. എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. നീ കാരണം ഞാനൊക്കെ കണ്ടിട്ടുണ്ടോ? എനിക്ക് സംസാരിക്കാൻ പോലും ആരുമില്ല. അതെന്നെ കുഴപ്പം. ഗുഡ് മോർണിംഗ്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഉള്ളിലെ വെങ്ങലിന്റെ ചേട്ടായി നീന്താണെന്ന് പറഞ്ഞോട്ടില്ലേ? ഞാൻ വന്നില്ലായിരുന്നേ എന്തായിരുന്നേനെ? തട്ടിപ്പോയനെ. നിന്റെ പേരെന്താ? മനോജ്. മൈനോസ്. എടാ ഈ സിനിമയൊക്കെ കണ്ട ആരെങ്കിലും മാതിരി പരിപാടിക്കാറുണ്ടോ? സിനിമയുടെ അല്ലേട്ടായി എന്റെ ലൈഫ് ഉണ്ടല്ലോ പക പോലെ തന്നെയാണ്. ഡിറ്റോ. പിന്നെ ആ സിനിമ തന്നെ എന്തൊരു അലമ്പാണ്. ഇപ്പോഴാണെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ പടം ചെയ്യില്ലായിരുന്നു. അതിനകത്ത് എന്റെ ക്യാരക്ടർ പീറ്റർ, അയാൾ എന്തൊരു ഭീകര ടോക്സിക് ആണ്. ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അവസാനം അവള് ഗതി കെട്ടി യെസ് പറയുന്നു. പക്ക സ്റ്റോക്കിംഗ്. അങ്ങനെ ഈ കാലത്ത് ഒരു പെണ്ണോട് എങ്ങനെ ഇഷ്ടമെന്ന് പറയണത്? ഏ അല്ല ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണോട് എങ്ങനെ ഇഷ്ടമെന്ന് പറയണത്? ഈ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു കാരണവുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇങ്ങനെ പറയും. എങ്ങനെയുണ്ട് കള? ഈ MT ഒന്നും വായിക്കാറില്ലല്ലേ? ഏയ് അതിന്റെയാണ്. അമ്പോ കാലൊക്കെ വീട്. എടാ ഒരു പടത്തിന് എത്ര വാങ്ങിണ്ടാവും? എന്തൊക്കെ അറിയണം നിനക്ക്? അതൊന്നും ചോദിക്കാൻ പാടില്ല. അല്ല എനിക്കല്ലായിരുന്നു. വാടാ. ഇവിടെ എന്താ പരത്തിപ്പണത്? പൊക്കിപ്പണിയായിരുന്നില്ലേ? ആക്ടർ ബാബരാജിന്റെ വീടൊക്കെ എങ്ങനെയാ? ആഹാ, ഉത്തമനും ഉദണ്ഡനൊക്കെ ഉണ്ടല്ലോ. സോറി സർ. നില്ല എങ്ങോട്ട് പോന്ന്? പുറത്തേക്ക്. ഇവിടെ അകത്താണ് ഈ സെക്യൂരിറ്റി വേണ്ടത്. ഓ ഇത് മനോജ്, എൻ്റെ ഒരു ഫാനാ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഹലോ ഹലോ. കാർൽ മാക്സ് ചേട്ടനല്ലേ? ചേട്ടൻ പറഞ്ഞറിയാം. ലെനിൻ.